അർജന്റീനയും ഇംഗ്ലണ്ടും ഇന്ന് ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരുപക്ഷെ 1986 ഒരു പ്രതികാരത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് അർജന്റീനിയൻ ക്യാപ്റ്റൻ ലോകപ്രശസ്തനായ ഡീഗോ മറഡോണയുടെ നേതൃത്വത്തിലാണ് അർജന്റീനിയൻ ടീം 1986 ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടുന്നത്. ഒരു യുദ്ധത്തിൻ്റെ പിന്നാലെയുള്ള ഒരു പ്രതികാരം ഇതിൻ്റെ പിറകിലുണ്ട്. 1982 ഏപ്രിൽ 2 ആണ് അർജന്റീന ഫോക്ലാൻഡ്സ് ദ്വീപുകൾ കൈയടക്കിയത്. ബ്രിട്ടീഷുകാരുടേതെന്ന് അറിയപ്പെടുന്ന ആ ദ്വീപുകളിൽ അർജന്റീനിയൻ സൈന്യം ഇരച്ചു കയറി അത് കീഴടക്കുകയായിരുന്നു. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ദ്വീപാണ് ഫോക്ലാൻഡ്സ് ദ്വീപ്. അതിൻ്റെ കൂടെ സൗത്ത് ജോർജിയ, സാൻഡ്വിച്ച് ദ്വീപുകൾ കൂടിയുണ്ട്. ഇതൊരു തന്ത്രപ്രധാനമായ ദ്വീപാണ്. അത് അർജന്റീന കീഴടക്കുന്നു. 3 ദിവസത്തിന് ശേഷം ബ്രിട്ടൻ അവരുടെ നാവികസേനയെയും അതുപോലെ തന്നെ വ്യോമസേനയെയും അയക്കുന്നു. അവരവിടെ ചെന്ന് യുദ്ധം ചെയ്ത്, അത് രക്തരൂക്ഷിതമായ യുദ്ധമായിരുന്നു. 74 ദിവസം നീണ്ടു, 2.5 മാസത്തോളം. ആ യുദ്ധത്തിൽ 649 അർജന്റീനക്കാർ കൊല്ലപ്പെട്ടു, 255 ബ്രിട്ടീഷ് സൈനികരും കൊല്ലപ്പെട്ടു, 3 സിവിലിയൻസ്, അങ്ങനെ 907 പേർ അതിൽ കൊല്ലപ്പെട്ടു. അവസാനം അർജന്റീനയെ തോൽപ്പിച്ച് ബ്രിട്ടൻ ആ ദ്വീപുകളുടെ, ഫോക്ലൻഡ്സ് ദ്വീപുകളുടെ ആധിപത്യം കയ്യിലെടുത്തു. അത് കഴിഞ്ഞ് കൃത്യം 4 വർഷം കഴിയുമ്പോഴാണ് വേൾഡ് കപ്പ് വരുന്നത്. അതിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും അർജന്റീനയും നേർക്കുനേർ. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം തോറ്റതിൻ്റെ പ്രതികാരവാഞ്ചിയുമായിട്ടാണ് വരുന്നത്. കടർക്കളത്തിൽ ഏറ്റുമുട്ടാൻ തയ്യാറായി വന്നിരിക്കുന്നത് സാക്ഷാൽ മറഡോണയുടെ നേതൃത്വത്തിലുള്ള സംഘം. അങ്ങനെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഏറ്റുമുട്ടലിൻ്റെ കഥ ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിലെ വേൾഡ് കപ്പിൻ്റെ കഥ കൂടിയാണ്. അതിൽ പീറ്റർ ഷിൽട്ടൺ എന്ന പ്രശസ്തനായ ഇംഗ്ലീഷ് ഗോളിയാണ് ബാറിന് മുന്നിൽ. അവിടെ ഗോൾ മുഖത്ത് വെച്ച് ക്യാപ്റ്റൻ, അർജന്റീനിയൻ ക്യാപ്റ്റൻ മറഡോണയും പീറ്റർ ഷിൽട്ടണും പന്തിനു വേണ്ടി ചാടുന്നു. ആ സമയത്ത് കുക്കം കുറഞ്ഞ മറഡോണ തല എത്തിപ്പിടിക്കുന്നില്ല. അവസാനം ഇടത് കൈകൊണ്ട് ഒരു പഞ്ച് കൊടുക്കുന്നു. ഗോൾ, ആദ്യത്തെ ഗോൾ പിറക്കുന്നു. എല്ലാവരും അമ്പരന്ന് പോയി. ടുണീഷ്യൻ റഫറി അലി അൻസാരി നാസർ കൈകൊണ്ട് പഞ്ച് ചെയ്തത് കണ്ടില്ല. ഉടൻ അത് ഗോളായി വിധിച്ചു. മറ്റുള്ളവർ പ്രതിഷേധിച്ചു, ഇംഗ്ലണ്ടുകാർ. പക്ഷേ റഫറി അത് കാണാത്തത് കൊണ്ട് ഇന്നത്തെ പോലെ റീമാച്ച് കാണാനുള്ള സംവിധാനം ഇല്ല. ഇത് കഴിഞ്ഞു 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏറ്റവും മനോഹരമായൊരു ഗോള് വീണ്ടും മറഡോണയുടെ വക. മറഡോണ 5 താരങ്ങളെ, ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിക്കടന്ന് ഗോൾ മുഖത്ത് സുന്ദരമായ ഗോൾ. ഈ ഗോളാണ് നൂറ്റാണ്ടിലെ ഗോളായി അറിയപ്പെടുന്നത്. 2002 ഫിഫ നൂറ്റാണ്ടിൽ. അപ്പോൾ ഏറ്റവും മനോഹരമായ ഗോൾ രണ്ടാമതും, ആദ്യത്തെ ഗോൾ വലിയ വിവാദമായ ഗോളും. ഉടനെ തന്നെ അതിനെക്കുറിച്ച് ചോദിച്ചു മറഡോണയോട്. അപ്പോൾ മറഡോണ പറഞ്ഞു, ലിറ്റിൽ ബൈ മറഡോണാസ് ഹെഡ് ആൻഡ് ലിറ്റിൽ ബൈ ഗോഡ്സ് ഹാൻഡ്. എൻ്റെ തല കൊണ്ട് ചെറുതും ദൈവത്തിൻ്റെ കൈ കൊണ്ട് ചെറുതുമായിട്ടുള്ള ഒരു ഗോളാണിത്. ദൈവത്തിൻ്റെ കൈ എന്നുള്ള പേര് വന്നത് അതാണ്. യഥാർത്ഥത്തിൽ അത് കൈകൊണ്ട് കുത്തിയിട്ടതാണെന്ന് മറഡോണയ്ക്ക് അറിയാമായിരുന്നു. അതിനുള്ളൊരു മറുപടി മറഡോണ പറഞ്ഞു, എൻ്റെ മനസ്സിൽ മുഴുവൻ പ്രതികാര ദാഹമായിരുന്നു. ഞങ്ങളുടെ സൈനികരായിട്ടുള്ള കുട്ടികളെ, ഈ കിളിക്കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് പോലെയാണ് ബ്രിട്ടീഷ് സൈന്യം കൊന്നൊടുക്കിയത് ഫോക്ലാൻഡ്സ് ദ്വീപിൽ. അതിനുള്ള പ്രതികാരമായിരുന്നത്. അതുകൊണ്ട് ആ കൈ കൊണ്ട് ഗോളടിച്ചതിൽ മറഡോണ ഒരു തരത്തിലും ദുഃഖിച്ചില്ല, മാപ്പ് പറഞ്ഞില്ല, അത് ഗോളല്ല എന്ന് പറഞ്ഞതുമില്ല. ദൈവത്തിൻ്റെ കൈ എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അത് വളരെ കോൺട്രവേഴ്സ്യൽ ഗോളായിരുന്നു. അതുകൊണ്ട് 4 മിനിറ്റ് വ്യത്യാസത്തിൽ ഏറ്റവും വിവാദപരമായ ഗോളും ഏറ്റവും മനോഹരമായ ഗോളും പിറന്നു. ഇപ്പോൾ ഇന്ന് ഇംഗ്ലണ്ടും അർജന്റീനയും നേർക്കുനേർ വരുമ്പോൾ ഈ ഓർമ്മകളാണ് മനസ്സിൽ വരുന്നത്. ഒരുപക്ഷെ ഇതിന് ഒരു യുദ്ധത്തിൻ്റെ ഇതുണ്ട്, നേരത്തെയുള്ള യുദ്ധത്തിൻ്റെ. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയോട് പക വീട്ടാനുള്ള അവസരമാണിത്. പിന്നെയും 2 തവണയോ 3 തവണ വരെ ഏറ്റുമുട്ടിയിട്ടുണ്ടെങ്കിലും അതിന് വലിയ പ്രസക്തിയില്ല. 86 വേറെ കാര്യം കൂടി ഉണ്ട്. മറഡോണ അത് ക്വാർട്ടറിലാണെങ്കിൽ അവർ ജയിച്ച് സെമിയിലെത്തി, ഫൈനലിലെത്തി, കപ്പ് നേടി. ചരിത്രപ്രസിദ്ധമായ അർജന്റീനയുടെ വിജയം. 78 ആദ്യം വിജയിച്ചു അർജന്റീന, 86 വീണ്ടും ജയിച്ചു. 2022 ഇപ്പോൾ ഡിഫെൻഡിങ് ചാമ്പ്യൻസാണ്. മെസ്സിയുടെ നേതൃത്വത്തിൽ 3 തവണയാണ് അർജന്റീന കപ്പെടുത്തത്. അപ്പോൾ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം 22 കപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ
അല്ലെങ്കിൽ വീണ്ടും നേടാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം 1966 ശേഷം ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല. 60 വർഷത്തിന് ശേഷം ഇംഗ്ലണ്ട് ഫൈനലിലെത്തി കപ്പ് നേടുമോ? എന്തായാലും ഇന്നത്തെ സെമി ഫൈനൽ മത്സരം കഴിയുമ്പോൾ അറിയാം. യുദ്ധത്തിൽ തോറ്റും ജയിച്ചും നിന്ന 2 ടീമുകൾ ഏറ്റുമുട്ടുന്നു. തീ പാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.